വിഷയം പവർ ഗ്രൂപ്പ് എന്നുള്ളതാണ്. പേരിട്ടത് മറ്റൊന്നും കൊണ്ടല്ല, സമകാലീന സംഭവത്തിൻ്റെ സാഹചര്യത്തിൽ പേര് കുറച്ച് എല്ലാവർക്കും ശ്രദ്ധിക്കപ്പെടുന്നതാകട്ടെ എന്ന് കരുതി. പക്ഷേ നമ്മൾ അധികാരത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം അധികാരം എന്ന് പറയുമ്പോൾ സമൂഹശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് മാർക്സിൻ്റെ വരികൾ തന്നെയാണ്. അധികാരം സമൂഹത്തിൽ രണ്ട് വർഗ്ഗങ്ങളേ ഉള്ളൂ. ഒന്ന് അധികാരവർഗവും ഒന്ന് അടിമവർഗവുമാണ്. ഈ രണ്ട് വർഗ്ഗങ്ങൾ തമ്മിൽ എപ്പോഴും സംഘർഷത്തിലായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഈ അധികാരവർഗം എപ്പോഴും അടിമവർഗത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അത് ലോകത്തെ സംബന്ധിച്ചാണ് മാർക്സ് അത് പറഞ്ഞത്. നമുക്കത് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് ഈ അധികാരവർഗം അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് കാസ്റ്റായിട്ട് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കാസ്റ്റിലുള്ള പ്രശ്നം എന്ന് നോക്കാം. ബ്രാഹ്മണ മതത്തിൻ്റെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജാതി ശ്രേണിയാണ്. ജാതി ശ്രേണിയോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നാണ് ലിംഗശ്രേണിയും. അപ്പം ഈ എല്ലാ വിഷയങ്ങളിലും പലയിടത്തും സംസാരിക്കുമ്പോൾ ഇതുപോലുള്ള സമ്മേളനങ്ങൾ അല്ലെങ്കിൽ മതത്തിനെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ സംസാരിക്കുന്ന ഇടങ്ങളിലൊന്നും ജെൻഡറിനെക്കുറിച്ച് സംസാരിക്കുന്നതായി കാണാറില്ല. ഇപ്പോൾ വിമൻ മൂവ്മെൻറ്റുകളെല്ലാം ജെൻഡറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ജാതിയെക്കുറിച്ചും സംസാരിക്കാറില്ല. പക്ഷേ ഇത് രണ്ടും പൂരകങ്ങളാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പം ഞങ്ങൾ സോഷ്യോളജിയിൽ സമൂഹശാസ്ത്ര അധ്യാപികയാണ് ഞാൻ. കഴിഞ്ഞ 12 കൊല്ലമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പഠിപ്പിച്ചു വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വിഷയങ്ങൾ സംസാരിക്കാൻ കിട്ടുക. അപ്പം ഈ അതായത് സമൂഹശാസ്ത്രത്തിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയും, ശ്രേണീകരണം, സാമൂഹ്യ ശ്രേണീകരണം എന്നാണ് പറയുക. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് കാസ്റ്റും ജെൻഡറുമാണ്, ജാതിയും ലിംഗഭേദവും. ജെൻഡറിൻ്റെ മലയാളം ലിംഗഭേദം എന്നാണ് പറയുന്നത്, ലിംഗസമത്വവും തെറ്റിച്ച് പറയാറുണ്ട്. ഇപ്പോഴും ആ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. അപ്പോൾ എന്താണ് നമുക്ക് ശ്രേണീകരണം എന്ന് നോക്കാം. സ്ട്രാറ്റിഫിക്കേഷൻ, ശ്രേണീകരണം ഈ സ്ട്രക്ചേർഡ് ഇൻഇക്വാളിറ്റി എന്നുള്ളതാണ്, അതായത് ഘടനാപരമായ അസമത്വം. അപ്പം ജാതിയിലും ജെൻഡറിലും ഇത് കൃത്യമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഈ ഹൈറാർക്കി, അതായത് ഈ സ്ട്രാറ്റിഫിക്കേഷൻ ഉയർന്നത് താഴ്ന്നത് എന്നുള്ളതാണ്. ഹൈറാർക്കി എന്നുള്ള വാക്കാണ് സോഷ്യോളജിയിൽ ഉപയോഗിക്കുക. തട്ടായിട്ട് സമൂഹത്തിലെ ജനങ്ങളെ പല ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളായിരിക്കും തട്ടും കുഴപ്പമില്ല, നമ്മളെ സമൂഹത്തെ ഒരുമിച്ച് നമുക്ക് നോക്കിക്കാണാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് സമൂഹം പല ഗ്രൂപ്പായിട്ട് തിരിയുന്നു, അതിൽ പല തട്ടുകളാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ തട്ടിൻ്റെ പ്രശ്നം ഏറ്റവും മുകളിലുള്ള തട്ടിലുള്ള ആളുകൾ താഴെയുള്ള വിഭാഗത്തെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. ചൂഷണം ചെയ്യുന്നത് കൂടാതെ മുകളിലുള്ള തട്ടിലുള്ളവർക്ക് ചില മൂലധനങ്ങളുടെ സമാഹരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മൂലധനത്തെ ഞങ്ങൾ സോഷ്യോളജിയിൽ ബോധിയോ അതിനെ 4 ക്യാപിറ്റലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 സോഷ്യൽ ക്യാപിറ്റൽ, 2 കൾച്ചറൽ ക്യാപിറ്റൽ, 3 എക്കണോമിക് ക്യാപിറ്റൽ, 4 സിംബോളിക് ക്യാപിറ്റൽ എന്നുള്ളതാണ്. അപ്പം എക്കണോമിക് ക്യാപിറ്റൽ തുടങ്ങാം. സാമ്പത്തിക മൂലധനം. സാമ്പത്തിക മൂലധനം, സമ്പത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഭൂമിയാണ്. ഭൂമിയുടെ ഉടമസ്ഥാ അവകാശം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആർക്കാണ് കൂടുതലുള്ളത്? അപ്പം നമ്മൾ വിഭാഗം എടുത്തു വെച്ച് നോക്കുമ്പോൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നോക്കിയാൽ ജാതി ശ്രേണിയിൽ ആരാണോ മുകളിൽ നിൽക്കുന്നത് അവർക്കാണ് ഉടമസ്ഥാവകാശം കൂടുതലുള്ളത്. കാരണം വിനിമയം ചെയ്യുന്നതിനെ നമുക്ക് സമ്പത്ത് എന്ന് പറയാൻ പറ്റും. ഇനി ലിംഗശ്രേണി എടുക്കാം. ജെൻഡറിൽ സ്ത്രീ പുരുഷൻ എന്ന 2 തട്ടാണുള്ളത്. അതിൽ പുരുഷനെയാണ് നമ്മൾ മുകൾ ഭാഗത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പം ഭൂമിയുടെ ഉടമസ്ഥാ അവകാശം ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ വീട്ടിലിങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ തമാശയ്ക്ക് പറയാറുണ്ട്, എൻ്റെ ഭർത്താവും മോനും കോടീശ്വരനാണ്, ഞാൻ പിച്ചക്കാരിയാണെന്ന് പറയാറുണ്ട്. അതായത് ഭൂമി ഉടമസ്ഥാവകാശം വരുമ്പോൾ നമ്മൾ എപ്പോഴും പുരുഷൻ്റെ പേരിലാണ്, മാറ്റമുണ്ടാകാം. പിന്നെ രണ്ടാമതൊരു കാര്യം, ഞാൻ ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയും ഞങ്ങളുടെ അപ്പുറത്ത് ഇങ്ങനെയില്ലല്ലോ, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയില്ലോ എന്നുള്ളതാണ്. അതായത് വിഷയങ്ങളെ നമ്മൾ പലപ്പോഴും സബ്ജക്റ്റീവായിട്ടാണ് കാണുന്നത്. അപ്പം സമൂഹശാസ്ത്രത്തിൽ വിഷയങ്ങളെ എടുക്കുമ്പോൾ സബ്ജക്റ്റീവായിട്ടല്ലാതെ ഒബ്ജക്റ്റീവായിട്ട് കാണേണ്ടതുണ്ട്. വസ്തുതകളെ മുഴുവൻ സമൂഹത്തിൻ്റെ സൃഷ്ടിയായിട്ട് അല്ലെങ്കിൽ മുഴുവൻ സമൂഹത്തിൽ വെച്ച് നമുക്കിതിനെ പെർസെൻറ്റേജ് എടുത്ത് നോക്കി കാണേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആർക്കാണ് ഭൂമിയുടെ ഉടമസ്ഥാ അവകാശം കൂടുതലുള്ളത്? ഭൂമിയുടെ ഉടമസ്ഥാ അവകാശം ജാതി ശ്രേണിയിൽ മുകളിലുള്ളവർക്കും ലിംഗശ്രേണിയിൽ പുരുഷന്മാർക്കുമാണ് കൂടുതൽ. അതാണ് എക്കണോമിക് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് സോഷ്യൽ ക്യാപിറ്റൽ എന്നുള്ളതാണ് സാമൂഹിക മൂലധനം. സാമൂഹിക മൂലധനം എന്ന് പറഞ്ഞാൽ സാമൂഹിക ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന ഒരു അറിവുണ്ട്. ഇപ്പം തിരിഞ്ഞു നോക്കിയാൽ അറിയാം ഇവിടെ എത്ര സ്ത്രീകളുണ്ട്, എത്ര പുരുഷന്മാരുണ്ട്. അപ്പം ലിംഗശ്രേണിയിൽ ആർക്കാണ് സാമൂഹിക ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന ഇടപെടലുകളിലൂടെ ഉണ്ടാകുന്ന അറിവ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്നുള്ളത്, ആ ബന്ധങ്ങൾ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം അത് ലിംഗശ്രേണിയിൽ തീർച്ചയായിട്ടും അത് പുരുഷന്മാർക്ക് തന്നെയാണ്. ജാതി ശ്രേണിയിൽ സമൂഹത്തിൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയും, സമൂഹ ചലനാത്മകത, അതായത് സമൂഹത്തിൽ ഇടപെടാനും അതുവഴി അവർക്കൊരു വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള
തരത്തിലുള്ള അറിവുകൾ കിട്ടുന്നതും ജാതി ശ്രേണിയിൽ ആർക്കാണ്, അല്ലെങ്കിൽ മൊബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടിലും ജാതി ശ്രേണി എടുത്താലും ലിംഗശ്രേണി എടുത്താലും അവിടെ ജാതിയിൽ ഉയർന്നവർക്കാണ്, ലിംഗശ്രേണിയിൽ പുരുഷന്മാർക്ക് തന്നെയാണുള്ളത്. മൂന്നാമത്തേത് കൾച്ചറൽ ക്യാപിറ്റലാണ്. കൾച്ചറൽ ക്യാപിറ്റൽ മീൻസ് വിദ്യാഭ്യാസവും തൊഴിലിലൂടെ കിട്ടുന്ന അറിവുകളാണ്. വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് കൂടുതലുണ്ടെന്ന് പറയുന്നു, പക്ഷേ ആ വിദ്യാഭ്യാസത്തെ എത്രമാത്രം അവരുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം അത് ലിംഗശ്രേണിയിൽ പുരുഷന്മാർ തന്നെയാണ് ആ കൾച്ചറൽ ക്യാപിറ്റൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ജാതി ശ്രേണിയിൽ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട പാരമ്പര്യം, അത് ശ്രേണിയിൽ ഏത് വിഭാഗത്തിലാണ് കൂടുതൽ? സാംസ്കാരിക മൂലധനം ജാതി ശ്രേണിയിലും ലിംഗശ്രേണിയിലും ആരാണ് മുകളിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അവർക്കാണ് ഈ മൂലധനം ഏറ്റവും കൂടുതൽ കൈയടക്കി വെക്കാൻ പറ്റുക. നാലാമത്തത് പ്രതീകാത്മക മൂലധനം, സിംബോളിക് ക്യാപിറ്റൽ എന്ന് പറയും. ഇപ്പം എല്ലാവരും ജാതി പേര് വാലായിട്ട് വെക്കുമ്പോൾ ഞങ്ങളത് ചുമ്മാ വെക്കുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരമ്പരാഗതം ഞങ്ങളങ്ങനെ വെച്ചിരിക്കും, അതിന് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, അല്ലെങ്കിൽ ഞങ്ങളത് പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചല്ല എന്ന് പറയുമ്പോഴും പേരിൻ്റെ അറ്റത്ത് നായരെന്നോ മേനോനെന്നോ ഉള്ളപ്പോൾ അവർക്ക് കിട്ടുന്ന പ്രിവിലേജിനെ കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ ജാതി എന്ന് പറയുന്നവർ അത് അനുഭവിക്കുന്നത് നേരിട്ടല്ലല്ലോ. അപ്പം മേനോൻ എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ നായരെന്ന് പറയുമ്പോഴോ അവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന കൃത്യമായിട്ടുള്ള പ്രിവിലേജിനെ കുറിച്ച് അവർക്ക് ധാരണയുണ്ട്. അത് തന്നെയാണ് സിംബോളിക് മൂലധനം എന്ന് പറയുന്നത്. പുരുഷൻ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ കിട്ടുന്ന ഒരു സ്ഥാനം. അപ്പോൾ ഈ 4 വിഭവങ്ങളുടെ മൂലധനങ്ങളുടെ സമാഹരണവും ഉടമസ്ഥ അവകാശവും ഈ 2 ശ്രേണിയിലും ആരാണോ മുകളിൽ നിൽക്കുന്നത് അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം ജാതി ശ്രേണിയിൽ തീർച്ചയായും ബ്രാഹ്മണർക്കായിരിക്കും, ലിംഗശ്രേണിയിൽ പുരുഷന്മാർക്ക് തന്നെയായിരിക്കും ഉണ്ടാകും. അപ്പോൾ ഈ മൂലധനങ്ങളുടെ സമാഹരണം അവർക്കൊരു ഉടമസ്ഥ അവകാശവും അധികാരവും കിട്ടുന്നു എന്നുള്ളതാണ്. ഈ അധികാരം തൊട്ട് താഴെയുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവരുടെ മേൽ നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്നതിനോ ഇവർക്ക് അത് സഹായകമാകും, ഈ അധികാരം. അപ്പം ഇതെങ്ങനെയാണ് സമൂഹത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ടും മിത്തുകളിലൂടെയാണ് അല്ലേ. ഇപ്പം നേരത്തെ പറഞ്ഞു നിർത്തി അറിയാം, നമുക്ക് പുരാണ കഥകൾ എടുത്തു വെച്ച് നോക്കിയാലും ബ്രാഹ്മണർ വിശുദ്ധരാണ് അല്ലെങ്കിൽ ബ്രാഹ്മണർ സമൂഹത്തിൽ ഉയർന്നതാണ് എന്നൊരു ചിന്ത ഉണ്ടാകാറുണ്ട്. ഇപ്പം ഞാൻ 2024 ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് ജാതി ഞങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ ഞാൻ വിഷയം പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും പുറമേ പറയും. അപ്പം ബ്രാഹ്മണ മതത്തിനെതിരെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ക്ലാസ്സിൽ തന്നെ ഞാൻ സാക്ഷരതാ ക്ലാസ്സുകൾ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒരു 20 മുതൽ 50 വയസ്സ് പ്രായമുള്ള ആളുകൾ വരെ ഉണ്ടാകും. അപ്പം ഒരു അദ്ദേഹം എന്നോട് ചോദിച്ചത്, വീണ്ടും അത് ബ്രാഹ്മണരെ അങ്ങനെ നമുക്ക് തള്ളി പറയാൻ പറ്റുമോ, അവർക്ക് ഒരുപാട് അറിവുകളില്ലേ, വേദങ്ങൾ ഉപനിഷത്തുകളെല്ലാം അവർക്കല്ലേ അറിയാകുന്നത്. അപ്പം ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, അതെന്തുകൊണ്ടാണ് അവർക്ക് മാത്രം ആ അറിവുകൾ ഉണ്ടായത്? അപ്പോൾ അവർക്ക് ഉത്തരവില്ല. അവരുടെ ഭാഗത്ത് മാത്രം അത് കൈയടക്കി വെക്കുകയും താഴെയുള്ള ആളുകളിലേക്ക് വിതരണം ചെയ്യപ്പെടാതിരുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് ആ അറിവുണ്ടായത്. അപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറിച്ച് ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരമില്ല. അവസാനം പുള്ളി പറഞ്ഞു നിർത്തിയാണ്, ടീച്ചറിന് ബ്രാഹ്മണ ശാപം കിട്ടും കേട്ടോ എന്നുള്ളതാണ്. അപ്പം ഞാൻ ആലോചിച്ചത് ഇത് ഒരു നിമിഷം ഞെട്ടിപ്പോയി. 2024 ഇത് കേൾക്കുന്നത്. അപ്പം ഒരു മനുഷ്യന് നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന പ്രകാരം എല്ലാ മനുഷ്യനും തുല്യ അവകാശമുള്ളപ്പോൾ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ശപിക്കാനുള്ള അധികാരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ആ അധികാരം അതെങ്ങനെയാണ് അവർക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അവർ ബ്രാഹ്മണർ ശ്രേഷ്ഠരാണ് എന്നുള്ള ചിന്ത എങ്ങനെയാണ് സമൂഹത്തിലുണ്ടായത്? അത് കൃത്യമായിട്ട് മിത്തുകളിലൂടെയാണ്. നമുക്ക് എല്ലാ കഥകളിലും ബ്രാഹ്മണർ എന്ന് പറയുന്ന എന്തോ സവിശേഷ അധികാരമുള്ളവരും സവിശേഷ വൈദഗ്ധ്യം അല്ലെങ്കിൽ അത്ഭുത സിദ്ധികളൊക്കെ ഉള്ളവരാണ് നമ്മൾ കഥകളിലൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ തൊഴിലാണ്. കാരണം ഏറ്റവും അദൃശ്യ ശക്തിയായ ദൈവത്തെ പൂജിക്കുന്നവരാണ് ബ്രാഹ്മണർ. അതുകൊണ്ട് ബ്രാഹ്മണർ ഏറ്റവും ഉന്നതരാണ്. അപ്പം ആ തൊഴിൽ ശ്രേണിയിൽ തന്നെ ഏറ്റവും താഴെയുള്ള ജോലികൾ ചെയ്യുന്നവരാണ് ജാതി ശ്രേണിയിൽ താഴ്ന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ പറഞ്ഞ ബഹുമാനങ്ങളൊന്നും അർഹിക്കുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് ആദ്യകാലത്ത് ഈ പറഞ്ഞത് നിലനിർത്തിയിരുന്നത്, ഈ അധികാര ശ്രേണി കൃത്യമായി നിലനിർത്തിയിരുന്നത് തൊഴിലിലൂടെയാണ്. തൊഴിലിലൂടെ നിലനിർത്തിയിരുന്ന അൺടച്ചബിലിറ്റിയിലൂടെയാണ്, അയിത്തത്തിലൂടെയാണ്. അപ്പോൾ ഈ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്നത് ആരെയൊക്കെയാണ് ശ്രദ്ധിച്ചറിയാം. മറ്റേത് ജാതി ശ്രേണിയിൽ താഴെയുള്ളവരെ, അടുത്തത് സ്ത്രീകളെയാണ്. കൃത്യമായിട്ട് മതത്തിനകത്ത് അശുദ്ധിയുള്ള 2 ശരീരങ്ങൾ, ഒന്ന് താഴ്ന്ന ജാതിയിലുള്ള ശരീരങ്ങളും മറ്റേത് സ്ത്രീ ശരീരങ്ങളും തന്നെയാണ്. അത് മതത്തിലൂടെ ജാതി ശ്രേണിയിലാണ് അത് കൃത്യമായിട്ട് കാണിച്ചിരുന്നത്. കാരണം ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കാണ് സോഷ്യൽ മൊബിലിറ്റി, സാമൂഹ്യ ചലനാത്മകത. അവർക്ക് ജാതി വിട്ട് പുറത്തു പോകാനേ പറ്റിയിരുന്നില്ല. അപ്പം ആ പറഞ്ഞ വിശുദ്ധിയിലൂടെ, പിന്നെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ശുദ്ധി അശുദ്ധി, ശുദ്ധമായ ജോലികൾ ചെയ്യുന്നവരെല്ലാവരും ആരാണ്? ബ്രാഹ്മണരാണ്. അശുദ്ധമായ ജോലികൾ ചെയ്യുന്നവരെല്ലാവരും താഴെ ജാതിയിലുള്ളവരാണ്. അതേപോലെ സ്ത്രീകളും പുരുഷന്മാരും എടുത്ത്. അപ്പം ഞാനൊരു കഥയല്ല സംഭവം പറയാണ്. ഇപ്പം ജെൻഡർ ഇങ്ങനെ പഠിച്ചും തുടങ്ങിയിട്ട് 10 കൊല്ലമേ ആയുള്ളൂ. അപ്പം പങ്കാളിയെയും ഇതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യകതയുണ്ട്, ദിവസവും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യകതയുണ്ട്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം വീടിന് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇന്നൊരു സംഭവം ഉണ്ടായി. വെച്ചാൽ അതെന്താണ്, അത് ഇന്ന് സുഹൃത്തുക്കളാണ്. അപ്പോൾ ഒരു സുഹൃത്ത് പറയുകയാണ്, ഇന്ന് അവൾ എന്നെ കൊണ്ട് ദോശ ചുടിപ്പിച്ചു എന്നാണ് ആ ഒരു സുഹൃത്ത് പറയുകയാണ്. അപ്പോൾ അടുത്ത സുഹൃത്ത് പറയുകയാണ്, നിന്നെ കൊണ്ട് ദോശയല്ലേ ചുടിപ്പിച്ചു, എന്നെ കൊണ്ട് അവൾ വേസ്റ്റ് വെള്ളം കളയിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടുപേരും പിന്നെ ഉദ്യോഗം എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടുപേരുടെയും ഭാര്യമാർ ഭർത്താക്കന്മാരെക്കാൾ ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്നവരാണ്, രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്. എന്നിട്ട് പോലും ഈ ജോലികൾ ഞാൻ ചെയ്യേണ്ടതല്ല എന്നൊരു ധാരണയാണ് അവർക്കുണ്ടാകുന്നത്. നമ്മൾ അത് സമൂഹത്തിൽ ജാതി ശ്രേണിയിലും അത് കൃത്യമായിട്ട് കാണാം. അയ്യോ, ബ്രാഹ്മണർ ഓട്ടോ ഓടിക്കുന്നു, ബ്രാഹ്മണർ തെങ്ങിൽ കയറുന്നു എന്ന് പറയുമ്പം നമുക്ക് എന്തോ ഒരു പ്രശ്നമാണ്. അയ്യോ, അവരെന്തോ അങ്ങനെ ചെയ്തു. സമൂഹത്തിന് മൊത്തം ഒരു സഹതാപമാണ്. പക്ഷേ ദളിതന് അത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അത് അവർ ചെയ്യേണ്ട ജോലി തന്നെയാണ് എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിലും പറയും, നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ ഇന്ന ജോലികൾ മാത്രം ചെയ്യാനുള്ളത്. ഇപ്പം വീട്ടിൽ തന്നെ ഹസ്ബൻഡ് കൂടെ ജോലികളെല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും പാത്രം നീ കഴുകണം കേട്ടോ. അപ്പോൾ തന്നെ കരിപ്പാത്രം ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും അടുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കരിപ്പാത്രം അമ്മ, അയ്യോ കരിപ്പാത്രം നീ എങ്ങനെ അവനെ കൊണ്ട് കഴിയിക്കുന്നത്, അത് നീ കഴുകിവെക്ക്. അപ്പോൾ ശുചീകരണ ജോലിയെല്ലാം വീട്ടിലെ സ്ത്രീകളാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള എന്തെങ്കിലും സഹായം എന്നാണ് അപ്പോഴും പറയുക, പുരുഷൻ എന്തെങ്കിലും ചെയ്യുന്നത് സഹായമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ജോലികളെല്ലാം പുരുഷന്മാരുമാണ് ചെയ്യുക. അപ്പം ഈ ജോലിയുടെ അടിസ്ഥാനത്തിൽ ശുദ്ധി അശുദ്ധി എന്നുള്ള രീതിയിൽ രണ്ടും, അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, ജാതി ശ്രേണിയും ലിംഗശ്രേണിയും ഒന്നുപോലെയാണ് നിലനിർത്തിക്കൊണ്ട് വന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തത് തൊഴിലും ഈ പറഞ്ഞ ശുദ്ധി അശുദ്ധി എന്നുള്ള സങ്കല്പങ്ങളിലൂടെയുമാണ്. അപ്പം ഇങ്ങനെ ഈ പിന്നെ രണ്ട് പീഡനത്തിൻ്റെ നമ്മൾ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ആരാണെന്നുള്ളതാണ്. ജാസ്ട്രീയ ഇപ്പം നമ്മളിപ്പോൾ 2-3 കൊല്ലം മുമ്പ് ഇങ്ങനെ സംഭവിച്ചു, ഇന്നലെ സംഭവിച്ചു എന്നൊന്നും പറയേണ്ട. 2 ദിവസം മുമ്പുള്ള വാർത്തയിലും ഉണ്ടായിരുന്നു, ബീഹാറിൽ 20 ദളിത് കുടുംബാംഗങ്ങൾ പിന്നെ വീടുകൾ കത്തി നശിപ്പിച്ചു എന്നുള്ളത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ബ്രാഹ്മണ കുടുംബം അല്ലെങ്കിൽ ബ്രാഹ്മണ ഒരു കൂട്ടത്തോട് താമസിക്കുന്ന സ്ഥലങ്ങൾ ആരെങ്കിലും കത്തി നശിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതേപോലെ പീഡിപ്പിക്കപ്പെടുന്നവരെ കണക്കെടുത്താലും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നു. അപ്പം ആ കണക്കിൽ എവിടെയെങ്കിലും പുരുഷൻ്റെ പേരുകൾ അല്ലെങ്കിൽ പുരുഷൻ്റെ ഒരു എണ്ണം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് രണ്ടും ഒരേപോലെ? അതായത് പീഡിപ്പിക്കപ്പെടുന്നത് എപ്പോഴും സ്ത്രീകളും അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലെടുത്ത് വെച്ച് നോക്കുമ്പം എപ്പോഴും ജാതി ശ്രേണിയിൽ താഴെയുള്ളവരുമാണ്. അപ്പം ഈ ഒരു അധികാരഭാവം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പം അടുത്തത് ഈ പറഞ്ഞ രീതിയിൽ നിൽക്കുക. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വെർഷനുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ജാതിയുടെ ഭാഗമായുള്ള ശുദ്ധി അശുദ്ധിയുടെ കാര്യങ്ങൾ. ഇനി രണ്ടാമത്തത് എങ്ങനെയാണ് സ്ത്രീകൾ രണ്ടാം തരക്കാരായത് എന്നുള്ളത്. ഞാൻ പവർ ഗ്രൂപ്പിനെ പറ്റിയാണല്ലോ പറയുന്നത്. അപ്പം ജാതി ശ്രേണി നിർത്തിക്കൊണ്ട് സെക്ഷുവാലിറ്റിക്ക് വരാം. അതായത് ലൈംഗികതയുടെ നിയന്ത്രണം. ഇപ്പം ജാതി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്? എങ്ങനെയാണ്? നമ്മളെല്ലാവരും പണ്ടോട്ടേ പറയുന്നത് ജാതി ഉണ്ടായത് തൊഴിലിലൂടെയാണ് എന്നാണ് പറയുക. അതായത് ഓരോ ജാതിക്കും കൃത്യമായിട്ടുള്ള തൊഴിലുകളുണ്ട്. ആ തൊഴിലുകൾ ചെയ്യുന്നത് കൊണ്ടാണ് ആ ജാതി നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ജാതിയുടെ ഭാഗമായിട്ടാണ് തൊഴിലും നിലനിൽക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പം അങ്ങനെയൊന്നുമല്ല, ജാതിയുടെ ഭാഗമായിട്ടല്ല തൊഴിലുകൾ ചെയ്യുന്നത്, അല്ലാതെ ആർക്ക് എന്ത് വേണമെങ്കിലും തൊഴിലുകൾ ചെയ്യാം. പക്ഷെ എന്നിട്ടും ജാതി ഇല്ലാതായോ? ഇല്ല, ജാതി അപ്പോൾ ഇല്ലാതായില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ജാതി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഞങ്ങളുടെ തന്നെ സമൂഹശാസ്ത്രത്തിൽ ഒരു ചോദ്യമുണ്ട്, പ്രണയ കൊലപാതകങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണം എന്തെന്ന്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ ഉത്തരമുണ്ട്, എൻഡോഗമി എന്നാണ് ഉത്തരം. അതായത് സ്വഗണവിവാഹം. സ്വഗണവിവാഹം നമ്മുടെ ഇവിടെ മറ്റൊന്നുമല്ല, സ്വജാതി വിവാഹങ്ങൾ തന്നെയാണ്. നമ്മൾ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് വിവാഹം ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊന്നുമല്ല നോക്കുന്നത് എൻ്റെ ജാതിയിൽപ്പെട്ട ആളാണോ എന്ന്. ഇന്നലെയും ഞാൻ വിചാരിച്ചു എൻ്റെ പ്രസംഗത്തിൽ വരുമ്പോൾ മുമ്പ് അങ്ങനെ നടന്നു എന്ന് പറയേണ്ടി വരുമെന്ന്. ഇല്ല, ഇന്നലെയും കൊല്ലത്ത് തന്നെയാണ് ഒരു 19 വയസ്സുള്ള ഒരു പയ്യനെ പെൺകുട്ടിയുടെ അച്ഛൻ കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ പിന്നെന്താണ് പുരുഷന് അല്ലെങ്കിൽ പ്രേമം, ഇപ്പോൾ എല്ലാവരുടെയും യുവത്വത്തിൻ്റെ ഏറ്റവും വലിയ പേടിയുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾ അവരവരുടെ ഇഷ്ടത്തിന് പോകുന്നു. അപ്പം ബാക്കിയുള്ളവർ പറയും കണ്ടോ ഇത് ലിബറലിസത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രശ്നമാണ്, അതുകൊണ്ട് ഇങ്ങനെ വരുന്നത്. പക്ഷേ ഉഴിഞ്ഞുള്ളിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും അവിടെ വേറൊന്നുമല്ല പ്രശ്നം, ജാതിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അജിതയെന്നാണോ പേരെന്നറിയില്ല, ഒരു പെൺകുട്ടിയെ കൊന്ന ഒരു കേസ് 2-3 കൊല്ലം മുമ്പ് പേപ്പറിൽ ഇതേ കണക്ക് വന്നു. അപ്പം അതും അന്യജാതി വിവാഹമാണ്. അപ്പം അവസാനം വിവാഹം ഉറപ്പിച്ചതിന് ശേഷവും തലേ ദിവസമാണ് അച്ഛൻ അച്ഛൻ മകളെയാണ് കൊല്ലുന്നത്. അന്നേരം കേസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ പോലീസിനോട് ഇദ്ദേഹം പറഞ്ഞത്, അത് എൻ്റെ കൂട്ടരെല്ലാം കൂടി ഇരുന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളെ മകളായിരുന്നെങ്കിൽ ഞങ്ങൾ അപ്പോൾ തന്നെ കൊന്നേനെ എന്ന്.
അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇതിങ്ങനെ ചുറ്റുപാടും ഇരുന്ന് കൂട്ടുകാർ പറഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നത്, ഞാൻ പെട്ടെന്ന് പോയി എൻ്റെ മകളെ കൊന്നത് എന്ന് പറഞ്ഞു. അപ്പം ഈ സമൂഹത്തിന് കൃത്യമായിട്ട് ജാതി ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ആ ബ്രാഹ്മണിക് ഐഡിയോളജി ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ജാതി വിവാഹങ്ങൾ മാത്രമേ നടക്കാൻ പാടുള്ളൂ. ജാതി വിവാഹങ്ങൾ നടക്കുക എന്ന് പറഞ്ഞാൽ ജാതിയുടെ നിർവചനം തന്നെ കാസ്റ്റ് ഈസ് അസ്ക്രൈബ്ഡ് എന്നാണ്, ജന്മനാ ലഭിക്കുന്ന ഒന്നാണ് ജാതി എന്നുള്ളത്. അപ്പം ജാതിയുടെ പരിശുദ്ധി നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? സ്വജാതി വിവാഹങ്ങൾ നടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ മിത്തുകളും നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം, മതങ്ങളിലെല്ലാം കൃത്യമായി സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ശരീരത്തിൻ്റെ നിയന്ത്രണം ഉണ്ടായിരിക്കുന്നത് ആർക്കാണ്? സ്ത്രീകൾക്കാണ്. സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, അന്യപുരുഷന്മാരോട് സംസാരിക്കാൻ പാടില്ല, പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചയക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം ഇതാണ്, സ്ത്രീകൾ ജാതി വിട്ട് പുറത്തു പോകാൻ പാടില്ല. അപ്പം ജാതി വിട്ട് പുറത്തു പോയി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ജാതിയുടെ പ്യൂരിറ്റി നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് സ്ത്രീകളുടെ മേലും സ്ത്രീകളുടെ ശരീരത്തിൻ്റെ മേലും ഒരു നിയന്ത്രണം, ഒരു അധികാരം പുരുഷന് വരികയാണ്. ഈ അധികാരവും നിയന്ത്രണവും ആരാണ് പുരുഷന് കൊടുക്കുന്നത്? അത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മതങ്ങൾ തന്നെയാണ്, മതങ്ങളിലൂടെ ജാതികൾ തന്നെയാണ്. അത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റില്ല. ഓരോ ജാതിയിലും ഈ പറഞ്ഞ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രത്യേകമാണ്. ജാതി ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന സ്ത്രീകൾക്കാണ് ആദ്യകാലത്ത് ജാതിയുമായിട്ട് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരും. നമ്പൂതിരി സമുദായത്തിൽ നമ്പൂതിരി കുടുംബത്തിലെ സ്ത്രീകൾക്ക് നമ്പൂതിരി പുരുഷന്മാരെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളായിരുന്നു. അതും നമ്പൂതിരി കുടുംബത്തിലെ മുതിർന്ന പുരുഷന്മാരെ മാത്രം. അതുകൊണ്ടാണ് 18 വയസ്സുള്ള പെൺകുട്ടിക്ക് 80 വയസ്സുള്ള ആളെ വിവാഹം കഴിക്കേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ വിവാഹം കഴിച്ച് വിധവയായി കഴിഞ്ഞാൽ ആ പെൺകുട്ടി ജീവിത അവസാനം വരെ തലമുണ്ടനം ചെയ്ത് അകത്തളത്തിൽ കഴിയണം. പുറത്തെങ്ങാണം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയും ഭയങ്കരമാണ്. അത് പിന്നെ നിങ്ങൾ കുട്ടിയുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉദ്ദേശം ഇത് തന്നെയാണ്, സ്ത്രീയുടെ ലൈംഗികതയെ നിയന്ത്രിക്കുക, സെക്ഷുവാലിറ്റിയെ നിയന്ത്രിക്കുക, അതുവഴി സ്വജാതി വിവാഹങ്ങൾ അല്ലെങ്കിൽ ജാതിയുടെ പ്യൂരിറ്റി നഷ്ടപ്പെടാതിരിക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഇതൊക്കെ എങ്ങനെയായിട്ട് കൃത്യമായിട്ട് നടപ്പിലാക്കുക? അല്ലെ മിത്തുകളൊക്കെ ധാരാളമുണ്ട്. സ്ത്രീകളുടെ പാതിവൃത്യത്തെ പറയുന്നതും ഭർത്താവിനെ ദൈവത്തെ പോലെ കരുതണം എന്നുള്ളതും. സത്യവാൻ്റെ കഥ അറിയാം. പിന്നെ മരിക്കാൻ പോയ സത്യവാനെ ഭാര്യയുടെ പാതിവൃത്യത്തിൻ്റെ ശുദ്ധി കൊണ്ട് കാലിൽ നിന്ന് പിടിച്ചു വാങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരു പാക്കനാരുടെ ഭാര്യയുടെ കഥയുണ്ട്, അത് ഏറ്റവും രസകരം. പാക്കനാരുടെ ഭാര്യയ്ക്ക് ഭയങ്കര പാതിവൃത്യമാണ്. അപ്പോൾ പുള്ളിക്കാരി വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോൾ ഭർത്താവ് വിളിച്ചു. അപ്പോൾ ഭർത്താവ് വിളിച്ചാൽ ഉടനെ ഓടി ചെല്ലണം. അപ്പോൾ ആ കപ്പിയും കയറും ഇങ്ങനെ ഇട്ടിട്ട് അപ്പോഴേ പുള്ളിക്കാരി ഓടി. അപ്പോൾ അത് അങ്ങനെ തന്നെ നിന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ന്യൂട്ടൻ്റെ ഭൂഗുരുത്വാകർഷണ ബലമൊക്കെ എവിടെയാണ് എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ കഥകൾ പോലും നമ്മൾ വിശ്വസിക്കുന്നു, നമ്മളുടെയൊക്കെ ഒരു കാലത്ത് അങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പം സീത എന്തുകൊണ്ട് പുറത്താക്കിയെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, രാവണൻ പിടിച്ചുകൊണ്ട് പോയതാണ്. അപ്പം ജാതി വംശത്തിൻ്റെ അതിനകത്തെങ്ങാനും കലർപ്പ് വരുമോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് അത് പാതിവൃത്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ്, അല്ലെങ്കിൽ പാതിവൃത്യത്തെ മുൻനിർത്തിയാണ് അതിനെക്കുറിച്ച് സംസാരിക്കും. പാതിവൃത്യത്തിനകത്ത് അവർ കടത്തിവിടുന്ന സാധനം ഇതാണ്, ജാതി അല്ലെങ്കിൽ വംശത്തിൻ്റെ പ്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പം അതാണ് പറഞ്ഞു വയ്ക്കുന്നത്. ജാതി ശ്രേണിയും ലിംഗശ്രേണിയും ഒന്ന് തന്നെയാണ്. ഈ പറഞ്ഞ ജാതിയിലുണ്ടാകുന്ന എല്ലാ നിയന്ത്രണങ്ങളും ലിംഗശ്രേണിയിലും ഉണ്ട് എന്നുള്ളതാണ്. അതിന് ഈ പറഞ്ഞ മിത്തുകൾക്ക് ആധികാരികമായിട്ട് ഗ്രാംഷിയുടെ തന്നെ അതീശത്വ സങ്കല്പനം എന്നൊരു തിയറിയുണ്ട്. അപ്പോൾ ആ തിയറിക്കകത്തും കൃത്യമായിട്ട് പറയുന്നത് ഇത് നിങ്ങൾ പോലും അറിയാതെയാണ് നിങ്ങളിലേക്ക് വരിക. അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ കഥകളിലൂടെ സങ്കല്പങ്ങളിലൂടെ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഈ പറഞ്ഞ ജാതിയുടെ പ്യൂരിറ്റി അല്ലെങ്കിൽ പാതിവൃത്യത്തിൻ്റെ പ്യൂരിറ്റി നമ്മളിലേക്ക് കലർത്തിക്കൊണ്ട് ബ്രാഹ്മണ മതത്തിൻ്റെ വക്താക്കളായി തന്നെ നമ്മളെ കൃത്യമായിട്ട് നിലനിർത്തും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ജന്മം കൊണ്ട് പോലും തുല്യരല്ല എന്ന് കരുതുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ജാതിയും ലിംഗവും അതായത് സെക്സ് എന്ന് പറയുന്നതും ഡിറ്റർമിൻ ചെയ്യുന്നത് ജന്മമാണ്. ജന്മന നിങ്ങൾ ഏത് ജാതിയിലാണോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജാതിയിലാണോ ജനിക്കുന്നത് ആ ജാതി തന്നെയായിരിക്കും നിങ്ങളുടെ മരണം വരെ ഉണ്ടാകുക. അപ്പം നിങ്ങൾ പോലും ഉത്തരവാദിയല്ലാത്ത, അതായത് നിങ്ങളുടെ ജന്മത്തിന് ഉത്തരവാദി നിങ്ങളല്ല, അപ്പം നിങ്ങൾ പോലും ഉത്തരവാദി അല്ലാത്ത ഒരു കാരണം കൊണ്ട് നിങ്ങൾ സമൂഹത്തിൽ അസമനായി തീരുകയാണ്. അതുപോലെ തന്നെ സ്ത്രീയായിട്ട് ജനിക്കണോ പുരുഷനായിട്ട് ജനിക്കണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമല്ല. അവിടെയും രണ്ടിൻ്റെയും കാരണം ജന്മം തന്നെയാണ്. അപ്പോൾ ജന്മം കൊണ്ട് തന്നെ അസമന്മാരായിട്ട് ജനിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടിപ്പം ജാതിയെക്കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് പറയുമ്പോഴും എല്ലാവരും പറയും അതെന്തിനാ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ജാതിയെക്കുറിച്ച് സംസാരിക്കും, നിങ്ങളിങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ജാതി ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ
യഥാർത്ഥത്തിൽ നമ്മൾ ജാതിയെക്കുറിച്ച് അല്ലെങ്കിൽ ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയും അത് നിങ്ങൾ പുരുഷന്മാർക്കെതിരെ സംസാരിക്കുന്നു, പുരുഷ വിദ്വേഷം ഉണ്ടാക്കുന്നു, പുരുഷന്മാരെല്ലാം അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയൊക്കെ ഒന്നല്ല. യഥാർത്ഥ ഇത് അങ്ങനെയല്ല, പുരുഷനെതിരെയുള്ള ഒരു സംസാരമല്ല, അല്ലെങ്കിൽ ബ്രാഹ്മണർ എന്ന് പറയുന്നൊരു വിഭാഗത്തിനെതിരെയുള്ള സംസാരമല്ല, ഇത് അനീതിക്കെതിരെയുള്ളൊരു സംസാരമാണ്. കാരണം സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യം എന്നുള്ള ചിന്തയ്ക്ക് അതീതമാണ് ഈ രണ്ട് ആശയങ്ങളും. അതായത് പുരുഷ മേധാവിത്വവും അതുപോലെ തന്നെ ബ്രാഹ്മണ മതവും രണ്ടിനകത്തും അതിൻ്റെ തൊട്ട് താഴെയുള്ള ആളുകളെ അവർ ചൂഷണം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ മൂലധനങ്ങളുടെ സമാഹരണം അല്ലെങ്കിൽ മൂലധനങ്ങൾ ഇവർ കൈയടക്കി വെച്ചുകൊണ്ട് താഴേക്കിടയിലുള്ള ആളുകൾക്ക് വിതരണം ചെയ്യപ്പെടാതെ ഭൂരിഭാഗം ഇവർ തന്നെ കൈയടക്കി വെക്കുകയാണ്. അതാണ് അസമത്വം എന്ന് പറയുന്നത്. ഈ അസമത്വത്തിനെതിരെയാണ് നമ്മൾ ജാതിയിലും ജെൻഡറിലും കൃത്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നവർ കൃത്യമായിട്ടും ജെൻഡറിനെക്കുറിച്ചും സംസാരിക്കണം, ജെൻഡറിനെക്കുറിച്ച് ായിട്ടും ജാതിയെക്കുറിച്ചും സംസാരിക്കണം. കാരണം ഈ ജാതി നിലനിൽക്കാനുള്ള കാരണം നമ്മളുടെയൊക്കെ ഒരു ഗർവം എന്ന് പറയുന്നത് എന്താണ്? പാരമ്പര്യം. ഞാൻ ഇന്ന പാരമ്പര്യത്തിൽ ജനിച്ചു, ഞാൻ ഇന്ന ആളാണെന്ന്. അപ്പോൾ ഈ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? അത് ജാതിയാണ്. അപ്പം ആ ജാതി നിലനിൽക്കണമെങ്കിൽ ആരെ നിലനിർത്തണം? സ്ത്രീയെ നിലനിർത്തണം. അപ്പം ആ നിലനിർത്താനുള്ള അവകാശമുള്ളത് പുരുഷനാണ്. അപ്പോൾ പുരുഷൻ അത് ഏറ്റെടുക്കുകയാണ്. കാരണം സ്ത്രീയെ നിലനിർത്തിയാലേ തങ്ങളുടെ പാരമ്പര്യം അവിടെ കൃത്യമായിട്ട് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു അധികാര മനോഭാവം, ആ ഒരു ഉടമസ്ഥാവകാശം, അതാണ് സ്ത്രീകളുടെ മേൽ ഇപ്പോഴും നമ്മൾ ചാർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്നൊക്കെ നമ്മൾ വായിക്കുമ്പം നമ്മളെല്ലാവരും അതെന്തോ ലൈംഗിക ആക്രമണം, അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയെ അങ്ങനെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ സ്ത്രീ അങ്ങോട്ട് ചെന്നിട്ടല്ലേ, അങ്ങനെയൊക്കെ കുറേ സംഭാഷണങ്ങൾ അതിനകത്തുണ്ടാകുന്നു. സത്യം അതല്ല. ഈ പറഞ്ഞ പോലെ ആത്മാഭിമാനത്തോടെ തങ്ങൾക്ക് സ്വന്തമായി തൊഴിൽ ചെയ്യാനുള്ള ഒരു ഇടം, ഭരണഘടന അനുശാസിക്കുന്ന സമത്വം സാഹോദര്യം എന്നതിലൂന്നിയ ഒരിടം സ്ത്രീകൾക്ക് കൂടി ഉണ്ടാകണം എന്നാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇപ്പോൾ എല്ലാ സമയങ്ങളും ഇപ്പോൾ ഈ നാസ്റ്റിനേഷൻ്റെ കുറച്ച് 2 സ്പീച്ചുകളിൽ മാത്രമാണ് ജാതിയും മതവുമായിട്ടുള്ള സംസാരത്തോടൊപ്പം ഞാൻ തന്നെയാണ് ജെൻഡറിൻ്റെ 2 വിഷയങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷേ ഒരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഇടയ്ക്കും അവിടെ ഒരു വുമൻ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ സ്ത്രീകളെക്കുറിച്ചുള്ള പീഡനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊന്നും അവിടെ ജാതിയെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജാതി എന്ന് പറയുന്നത് ഇപ്പോഴും പ്രധാനമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ജാതി ശ്രേണിയിൽ ഉണ്ടായിരിക്കുന്ന ഉടമഭാവവും അടിമത്വഭാവവും തന്നെയാണ് ലിംഗശ്രേണിയിലും കൃത്യമായിട്ട് പ്രതികരിക്കുന്നുള്ളത് എന്നുള്ളതാണ്. അപ്പം ഇതിനെ രണ്ടിനെയും നമുക്ക് വ്യത്യസ്തമായിട്ടല്ല കാണേണ്ടത്, തുല്യമായിട്ട് തന്നെയാണ് കാണേണ്ടത്. രണ്ടും അസമത്വത്തിന് എതിരെയുള്ള 2 ആശയങ്ങൾ തന്നെയാണ്. അപ്പം ഒരുമിച്ച് തന്നെ നിൽക്കണം. ജാതിയെയും ജെൻഡറിനെയും ഇല്ലാതാക്കേണ്ടത് ഭരണഘടന അനുശാസിക്കുന്ന ഒരു സമത്വ സുന്ദര ലോകത്തിന് അനുവദനീയമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അവരാരുടെയൊക്കെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു എന്ന് ആർക്കും നിശ്ചയമില്ല, അല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി ബോധേഡല്ല. അപ്പം ഒരു കുടുംബം എന്നുള്ള ആശയം പണ്ട് മുതലേ മനുഷ്യൻ്റെ സംസ്കാരമുള്ള കാലം മുതലേ ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ കുടുംബം നിലനിർത്താൻ കൂടി വേണ്ടി ആയിക്കൂടെ ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതെന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? കുടുംബത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല. നമുക്കറിയാം നമ്മൾ എങ്ങനെ ജീവിച്ച മനുഷ്യരാണ്. മനുഷ്യൻ്റെ ജനിതകം ഇപ്പോഴും പോളിഗമസാണ്. ചരിത്രം അറിയാവുന്നവർക്കറിയാം, പോളിഗമസിൽ നിന്ന് പോളിഗാമിയിൽ നിന്നൊക്കെ തന്നെയാണ് നമ്മൾ മോണോഗമിയിലേക്ക് എത്തിയത്. അപ്പോഴും മാഷ് പറഞ്ഞത് കുടുംബത്തിനകത്ത് വന്നതിന് ശേഷമാണ്. ഞാൻ പറയുന്നത് കുടുംബം തീരുമാനിക്കപ്പെടുന്ന വിവാഹത്തിൻ്റെ കാര്യമാണ്. കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള വിവാഹം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ട ആളാണ് എന്ന് തീരുമാനിക്കുന്നത്, അല്ലാതെ കുടുംബത്തിന് ശേഷമല്ല. എൻഡോഗമസ് വിവാഹങ്ങളാണ് ജാതി നിലനിർത്തുന്നത്. കുടുംബത്തിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. ക്ലിയറായോ? മേധാവിത്വവും മേധാവിത്വം ഉയർന്ന ജാതിക്കാർക്കുള്ളത്, താഴ്ന്ന ജാതിക്കാരോട്. അതെങ്ങനെയാണ്? അതായത് ഈ മേധാവിത്വം വിധേയത്വം എന്ന് പറയുന്ന ആശയം മനുഷ്യനിലുണ്ട്, രണ്ടും. അതായത് ഞാനിപ്പോൾ പ്യൂൺ ആയിരുന്ന ഒരാളാണെങ്കിൽ ഞാനൊരു ഹയർ പൊസിഷനിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു മേധാവിത്വ ഭാവം വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ആശയങ്ങളെ നമ്മുടെ സമൂഹത്തിൽ പാരമ്പരാഗതമായി നമ്മൾ ജീവിച്ചു വന്ന ശീലങ്ങളുടെ ഭാഗമായിട്ടുണ്ടായി വന്നതാണ്. അതായത് ഞാൻ ഉയർന്ന സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് താഴ്ന്ന സ്ഥാനത്തോടുള്ള ആൾക്കൊരു മേധാവിത്വ ഭാവം കാണിക്കാം എന്ന മെസ്സേജ് നേരത്തെ ഉള്ള നമ്മുടെ ശീലങ്ങളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ 2 മേധാവിത്വവും വിധേയത്വ ഭാവവും നമുക്ക് 2 പേർക്കും ഉണ്ടെന്നുള്ളതാണ്, ഒരാളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞു തരാം.
അപ്പം ഞാനിത് സംസാരിച്ചപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, അതായത് ഈ ഞാൻ പറഞ്ഞല്ലോ ജാതിയും ലിംഗശ്രേണിയും, അതായത് ജാതി ശ്രേണിയും ലിംഗശ്രേണിയും ഒന്നാണ്. ജാതിയിൽ താഴ്ന്ന ജാതിക്കാർ അനുഭവിക്കുന്നത് തന്നെയാണ് സ്ത്രീകളിൽ അല്ലെങ്കിൽ പുരുഷന്മാർ സ്ത്രീകൾ അനുഭവിക്കുന്നത്. പക്ഷേ ഇത് ജാതി വരുമ്പോൾ വീണ്ടും മാറും. അതായത് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ആളാണ്. അപ്പം താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ വീട്ടിൽ കയറ്റിയപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന അമ്മയാണ് അല്ലെങ്കിൽ സ്ത്രീയായ ഒരു അംഗമാണ് ഇവരെ വഴക്ക് പറഞ്ഞു, എന്തിനാണ് അയാളെ വീട്ടിനകത്തേക്ക് കയറ്റിയത്. അപ്പം നമുക്ക് ചോദിക്കാം, ഈ സ്ത്രീ എന്നുള്ള അവർ ഈ പീഡനങ്ങൾ, ലിംഗശ്രേണിയിൽ താഴെ കിടക്കുന്ന പീഡനങ്ങൾ അനുഭവിക്കുന്നതല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് അവരോട് അങ്ങനെ പെരുമാറി? ആ സമയത്ത് അവർ സ്ത്രീയായിട്ടല്ല പെരുമാറുന്നത്, അവർ ആ ജാതി മേധാവിത്വത്തിൻ്റെ ഉയർന്ന വക്താവായിട്ടാണ് ആ നിമിഷം അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് മേധാവിത്വവും വിധേയത്വവും എന്ന് പറയുന്നത്. നമ്മളുടെ മനസ്സിലേക്ക് ഈ കൺസെപ്റ്റ് ജനിക്കുമ്പോൾ എല്ലാ മനുഷ്യരും പ്ലെയിൻ സ്ലേറ്റ് ആണ്. എല്ലാ ഭാവങ്ങളും എല്ലാ ചിന്തകളും ആശയങ്ങളും നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒപ്പിയെടുക്കുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് മേധാവിത്വവും വിധേയത്വവും എന്നുള്ള ഭാവം. അത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, പുരുഷന്മാരെ പോലെ സ്ത്രീകളും ആകുക എന്നുള്ളതാണ് ഫെമിനിസ്റ്റ് മൂവ്മെൻ്റ് ലക്ഷ്യം എന്നുള്ളത്. പുരുഷനും സ്ത്രീയും രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെയാണ്, ബയോളജിക്കലിയും ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് സ്ത്രീ ആയതുകൊണ്ട് അവരെ ഈ പറഞ്ഞ അവകാശങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. കടമകളും അവകാശങ്ങളും പ്രത്യേകമായിരിക്കും, പക്ഷേ സ്ത്രീ ആയതുകൊണ്ട് അവരെ മാറ്റി നിർത്താനോ ചൂഷണം ചെയ്യാനോ പാടില്ല. അതാണ് ഫെമിനിസത്തിൻ്റെ ഉദ്ദേശം. ഇവിടെ മാഡം പറഞ്ഞത് ജാതി ശ്രേണിയിലുള്ള മുഴുവൻ നിയന്ത്രണങ്ങളും ലിംഗശ്രേണിയിലും ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത്, അടുത്ത ദിവസം വളരെ ആഘോഷത്തോടു കൂടി ഇന്ത്യ ആഘോഷിച്ച തുറന്ന ഒരു ക്ഷേത്രമാണ് ശ്രീരാമ ക്ഷേത്രം എന്ന് പറയുന്നത്, അയോധ്യയിൽ. അടുത്ത കാലത്ത് അവിടെ ഒരു പ്രശ്നമുണ്ടായി, ഒരാഴ്ചയ്ക്ക് മുമ്പ്. ഒരു ദലിത് സ്ത്രീയെ, ക്ഷേത്ര ജീവനക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയെ അതിനകത്തിട്ട് പീഡിപ്പിച്ചു. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ജാതി ശ്രേണിയിലെ നിയന്ത്രണങ്ങൾ അവിടെ നിലനിൽക്കുന്നു, ലിംഗശ്രേണിയിലെ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പത്രദ്വാര അറിയുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 90% സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് ദലിത് സ്ത്രീകളാണ്. അപ്പം ദലിത് ശരീരങ്ങളിൽ അൺടച്ചബിലിറ്റി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അതാണ് എൻ്റെ ചോദ്യം. ഇത് വീണ്ടും വലിയ വിഷയമാണ്. അതായത് ദളിത് എന്ന് പറയുന്ന ഒരു സ്ത്രീ 2 തരത്തിലുള്ള ചൂഷണമാണ് അനുഭവിപ്പിക്കുന്നത്. ഒന്ന് സ്ത്രീ എന്നുള്ള നിലയിലുള്ള ചൂഷണവും, 2 ദളിത് എന്നുള്ള നിലയിലുള്ള ചൂഷണവും. എല്ലാ കാലത്തും ഉപദ്രവിക്കപ്പെടുമ്പോൾ ഏതൊരു വംശത്തിലെയും സ്ത്രീകളെയാണ് ഉപദ്രവിക്കുക. അപ്പം അങ്ങനെ വെച്ചിട്ടാണ് ഈ ദളിതരെ ഉപദ്രവിക്കുക എന്നുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ ആ പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കാൻ എടുക്കുന്നത് സ്ത്രീകളെയാണ്. ഉപദ്രവിക്കുക എന്നുള്ളത് അതീശത്വമാണ്, അധികാരമാണ്. അതുകൊണ്ടാണല്ലോ മണിപ്പൂരിൽ നമ്മളത് കണ്ടത്. ഈ പറയുന്നതെല്ലാം ഒന്നേ ഉള്ളൂ, അതീശത്വം, അധികാരം സ്ഥാപിക്കുക, അതാണ്. ഓക്കെ, നമ്മുടെ സമയത്തിൻ്റെ ഒരു ക്രമീകരണം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി ശോഭാലതിക. ശോഭാലതികയുടെ 2-3 പ്രഭാഷണം നാസിക് നേഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ ചാനൽ 13.8 എന്ന യൂട്യൂബ് ചാനൽ ഉണ്ട്. നേരത്തെ ഇത് ചർച്ച ചെയ്യപ്പെട്ടതാണ്.